നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ കാണുമ്പോൾ ഓൾറെഡി അവർക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ട്. ആ. ഇവർ ഭയങ്കര തമാശ പറയുന്ന ആൾക്കാരാണ്. ഇപ്പൊ തമാശ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവർ റിയൽ ലൈഫിൽ തമാശ പറയണം, അല്ലെങ്കിൽ അവർക്ക് സീനാണ്. ആ ഒരു 3 മാസം എന്നെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കും, 3 മാസം ഞാൻ പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാണ്ട്, ഫോണില്ലാണ്ട്, പുറത്തും നമ്മളെ സെറ്റിലാണെങ്കിൽ പുറത്ത് ഞങ്ങൾ വെയിൽ പോലും കാണൂല, മഴ പോലും അറിയില്ല, മുറ്റവും കവേർഡായിരുന്നു, ദിവസങ്ങൾ ഏതാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു വലിയൊരു സംഭവമാണ്, ഒരു പരിചയമില്ലാത്ത കുറേ മനുഷ്യന്മാര്. ഉപ്പേനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടൊന്നുമില്ല, ഇപ്പൊ മിസ് ചെയ്യണമൊന്നുമില്ല. ഉപ്പ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ്. ആളിങ്ങനെയൊക്കെ ചെയ്തു, ആളിങ്ങനെ പിന്നെ ജയിലിലേക്ക് പോയി, പിന്നെ റിമാൻഡിൽ വന്ന് പുള്ളി എവിടെയാണെന്ന് അറിയില്ല, ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്നൊന്നും അറിയില്ല. ആളെ സംബന്ധിച്ച് അങ്ങനെ ക്യൂരിയോസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഏജിൽ ഞാൻ അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു 25, 26 ആ ഒരു 20 ഇപ്പം എൻ്റെ ഒരു നമുക്ക് കുറേ കുറേ സിറ്റുവേഷൻസ് വരും. ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പാരൻസിനെ മിസ് ചെയ്യുന്നുണ്ട്. ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു ദ ഷോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കണ്ടന്റ് ക്രിയേറ്റർ ആൻഡ് ആക്ടർ ജുനൈസ് VP. നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ആ ഉമ്മയെ കണ്ടിട്ടുണ്ടാവല്ലോ. ആ ഉമ്മയും മകനും ആ കോമ്പിനേഷൻ്റെ ഒരേ ഒരു ആളാണ് ജുനൈസ്. ആൻഡ് ജുനൈസ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസ് സെക്കൻഡ് റണ്ണർ അപ്പ് അല്ലേ? അത് സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു. ഞാൻ ബിഗ് ബോസ് ഫോളോ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ബിഗ് ബോസിൻ്റെ അകത്തെ സംഭവങ്ങളൊന്നും അറിയില്ല. അപ്പം ഞാൻ പല പൊട്ടത്തെറ്റുകൾ വിളിച്ച് പറഞ്ഞേക്കാം, എന്നോട് ക്ഷമിക്കണം. ബട്ട് വെൽക്കം ടു ദ ഷോ ജുനൈസ്. താങ്ക് യു സോ മച്ച്. ജുനൈസ് ഇപ്പോൾ ഒരു പുതിയൊരു അവതാറിലാണ് ആക്ടറായിട്ട്. യെസ്, ആൻഡ് സിനിമയുടെ പേര് പണി പണിയെന്നാണ്. ആൻഡ് നമ്മുടെ ജോജു ജോർജിന്റെ ഫസ്റ്റ് ഡെബ്യൂ ഡയറക്ടോറിയൽ വെഞ്ചറാണ് പണി. ജോജേട്ടൻ ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്, എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വർഷമായിട്ട് തൃശ്ശൂർ തന്നെ ആയിരുന്നു. ആ. കംപ്ലീറ്റ്ലി പണിയുടെ ഭാഗമായിട്ട് തൃശ്ശൂർ തന്നെ ആയിരുന്നു. വർക്ക്ഷോപ്സ് ഒക്കെ നടത്തി. വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒരു 3-4 മാസം വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. കുറെ പേര് പുതിയതാണോ? ഞാൻ ഇതിലും മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഞാനും സാഗറുമാണ്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും 3-4 മാസം വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് ഒരു 60ഓളം വേറെ പുതുമുഖങ്ങളുണ്ട്. അങ്ങനെ കുറെ നല്ല പ്രത്യേകത ഉള്ള ഒരു പടമാണ്. പിന്നെ ജോജു ചേട്ടന്റെ ഫസ്റ്റ് ഡയറക്ഷൻ ആണ്. എങ്ങനെയുണ്ട് ജോജു ചേട്ടന്റെ ഡയറക്ടർ? അടിപൊളിയാണ്, എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. വഴക്ക് കേട്ടോ നല്ലോണം? വഴക്കൊക്കെ ചെറുതായിട്ടൊക്കെ കേൾക്കും. പിന്നെ പുള്ളിയൊക്കെ വലിയൊരു ആക്ടർ അല്ലേ, അപ്പം പുള്ളി ഡയറക്റ്റ് ചെയ്യണ ഫസ്റ്റ് ഒരു പടത്തിലൂടെ ഈ ഒരു ഫീൽഡിലേക്ക് വരാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഭയങ്കര ഭാഗ്യമാണ്. ആൻഡ് ഈ ക്യാരക്ടറിനെ കുറിച്ചൊന്നുമില്ല പറയാൻ? ക്യാരക്ടർ പടം റിലീസ് ആകുമ്പോൾ എന്നാലും കുറച്ചൊക്കെ പറയാലോ. ഒരു നല്ലൊരു ക്യാരക്ടറാണ്, കുഴപ്പമില്ലാത്ത ക്യാരക്ടറാണ്, ഒരു നല്ല ക്യാരക്ടർ. കൂടുതലൊന്നും പറയരുത്, ജോജു ചേട്ടൻ തന്നെ അവിടെ നിന്ന് വെട്ടും. ആൻഡ് ജുനൈസ് ഇതിനു മുമ്പ് ബിഗ് ബോസ് ചെയ്തിരുന്നു. ആൻഡ് ജുനൈസിനെ ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കേൾക്കുന്നത് ബിഗ് ബോസിലാണെന്നാണ്. ഈ ബിഗ് ബോസിന്റെ സംഭവം എങ്ങനെയാണ് നടന്നത്? എന്നെ ശരിക്കും ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പൊ ആ സമയത്ത് നമ്മുടെ ബിഗ് ബോസിന്റെ ഓഡിഷൻ ഒക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പം ബിഗ് ബോസ് ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ പറയാൻ പാടില്ലല്ലോ. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഒരു ട്രിപ്പ് പോവാണ്, നേരെ ബിഗ് ബോസിലോട്ടാണ് പോയത്. അത് കഴിഞ്ഞ് എനിക്കൊന്ന് ഒരു 2 വീക്സ് ഓർ 3 വീക്സ് കഴിഞ്ഞാൽ തന്നെ ഞാൻ പോയില്ല ബിഗ് ബോസിലോട്ട്. ബിഗ് ബോസിൽ പോയി 100 ദിവസം അവിടെയായിരുന്നു, അടിപൊളിയായിരുന്നു. എങ്ങനെയാണ് ഈ ബിഗ് ബോസിലേക്കുള്ള വരവ്? ഈ റീൽസ് കണ്ടിട്ടാണോ അവര് വിളിക്കുന്നത്? എങ്ങനെയാണ് സംഭവം നടന്നത്? ബിഗ് ബോസിൽ എനിക്കിങ്ങനെ ഒരു എൻഡോമോളുടെ ഭാഗത്തു നിന്നായിരുന്നു ഒരു യൂട്യൂബും റീലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചൊരു മെയിൽ വന്നു, ഒരു മെസ്സേജും വന്നു. അപ്പം സീസൺ 3 ജസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് പോയില്ല. അപ്പം എനിക്ക് അത്ര വലിയ ധൈര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ബിഗ് ബോസിൽ പോകാൻ എനിക്ക് തോന്നുന്നു നല്ല ധൈര്യം വേണം, നല്ല ധൈര്യം വേണം. അത് പുറത്തെങ്ങനെ നമ്മളെ ആൾക്കാർ കാണുന്നു. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, നമ്മളെ ലൈഫിൽ കുറേ വട്ടം എടുത്ത് ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു, ഇങ്ങനെ ഒരു കോൾ വന്നപ്പോൾ, എടാ ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ട്, ബിഗ് ബോസിൽ പോകണോ, ബിഗ് ബോസിൽ പോകണോ, ബിഗ് ബോസിൽ പോകണം. അപ്പം എല്ലാവരും പറഞ്ഞു, എടാ പോണ്ടറാ, എനിക്കാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഫോളോവേഴ്സ് ഉണ്ട്, കുഴപ്പമില്ലാത്ത റീച്ച് ഉണ്ട്. മെജോറിറ്റി കുറേ ആൾക്കാരൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ പോണേ. പിന്നെ ഉള്ള നല്ല പേര് ചീത്തയാന്നൊക്കെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്ക് നോക്കുമ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം, അങ്ങനെയായിരുന്നു. പിന്നെ ഓഡിഷൻസ് ഉണ്ടായിരുന്നു, ഒരു 2-3 ഓഡിഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഈ ഓഡിഷൻസ്? ഓഡിഷൻസ് എന്ന് വെച്ചാൽ വലിയ സംഭവമൊന്നും അല്ല. അതായത് ആദ്യം ഒരു സൂം കോളാണ്. അപ്പം നമ്മളെ ബേസിക്കലി നമ്മളെന്താണ്, നമ്മുടെ കാര്യങ്ങൾ, വൈ ബിഗ് ബോസിലോട്ട് എന്തിനു വരുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ ഒരു സെഷൻ ഉണ്ട്. അങ്ങനെ കുഴപ്പമില്ലാത്ത നമ്മുടെ മെന്റൽ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണോ,
അങ്ങനെയൊക്കെ താങ്ങാൻ പറ്റുമോ? താങ്ങാൻ പറ്റുമോ, സൈക്കോളജിക്കലി നമ്മളെ ഭയങ്കരമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ സർവൈവ് ചെയ്യാൻ നമ്മളെ പറ്റുമെന്നൊന്നും ടോർച്ചർ അറിയില്ലല്ലോ. ചെയ്യാൻ പറ്റുമോ? ടോർച്ചർ ചെയ്യാൻ പറ്റുമോ, നമ്മളൊരു കണ്ടന്റ് ആണോ, എന്തൊക്കെ കോണ്ടന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെ മൊത്തത്തിൽ അവരരച്ച് കലക്കി കുടിക്കും. എന്നെ സംബന്ധിച്ച് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ 100 ദിവസം ഫോണില്ലാണ്ട് ജീവിക്കാൻ എത്ര പേർക്ക് പറ്റും, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എനിക്ക്. അതൊരു ഭയങ്കര സംഭവം തന്നെയാണല്ലേ. ആ ഒരു 3 മാസം എന്നെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കും, 3 മാസം ഞാൻ പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാണ്ട്, ഫോണില്ലാണ്ട്, പുറത്തും നമ്മളെ സെറ്റിലാണെങ്കിൽ പുറത്ത് ഞങ്ങൾ വെയിൽ പോലും കാണൂല, മഴ പോലും അറിയില്ല, മുറ്റവും കവേർഡായിരുന്നു. അപ്പം പുറത്ത് എന്താണെന്ന് അറിയില്ല, സമയം അറിയില്ല. ആകാശം കാണുന്നില്ല. ഇല്ല, നമ്മൾ കിടന്നുറങ്ങാൻ ഇതുപോലുള്ള ലൈറ്റില്ല, ഭയങ്കര ലൈറ്റിലാണ് നമ്മൾ കിടന്നുറങ്ങുക. കുറച്ച് അവർ ഡിമ്മ് കുറയ്ക്കും, എന്നാലും ലൈറ്റിലാണ് കിടന്നുറങ്ങണേ. ദിവസങ്ങൾ ഏതാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു വലിയൊരു സംഭവമാണ്. ഒരു പരിചയമില്ലാത്ത കുറേ മനുഷ്യന്മാര്. നമ്മൾ തന്നെ ഇപ്പോൾ നമ്മൾ എത്ര അടുത്ത സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മുറിക്കുള്ളിൽ നമ്മൾ താമസിക്കുമ്പോൾ എത്ര നാൾ നമുക്ക് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും? ഒരിക്കലും ഇല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, കുറേ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ സംഭവമായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഒരു റിയലൈസേഷൻ അബൌട്ട് സെൽഫ് എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ഭയങ്കര എടുത്തു ചാടുന്ന ഒരാളാണ്. ഞാൻ പെട്ടെന്ന് എടുത്തു ചാടും, അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കൂല. അങ്ങനെ തോന്നത്തേയില്ല. അങ്ങനെയല്ല, നല്ലോണം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ആളായിട്ട് അല്ലല്ല, എടുത്തു ചാടാന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വന്നാൽ എനിക്ക് അതെ, ഞാൻ അങ്ങനെ അതിന്റെ വരായികളെ കുറിച്ചൊന്നും അങ്ങനെ ചിന്തിക്കൂല. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റി. കുറെ കാര്യങ്ങൾ നമ്മളെ സെൽഫിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നമ്മളെന്താണ്, എങ്ങനെയാണ് നമ്മുടെ കുറെ, ശരിക്കും നമ്മളൊരു കണ്ണാടിയിൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശരിക്കും നമുക്ക് എന്തൊക്കെ നമ്മളോട് പറയാൻ പറ്റും എന്നുള്ളത് അതുപോലെ ആയിരുന്നു ബിഗ് ബോസ്. ശരിക്കും 100 ദിവസം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണാലിറ്റിയിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആൻഡ് വാട്ട് അബൌട്ട് ഫ്രണ്ട്ഷിപ്സ്? ഈ ബിഗ് ബോസിനകത്തുള്ള ഫ്രണ്ട്ഷിപ്സ് അത് പുറത്ത് നിലനിൽക്കുമോ? ഓർ ഡസ് ഇറ്റ് അകത്തുള്ള എനിമിറ്റീസ് പുറത്ത് വന്നിട്ട് ഫ്രണ്ട്ഷിപ്സ് ആവുമോ? എങ്ങനെ, ഹൗ ഡസ് ഇറ്റ് വർക്ക്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സീസൺ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സീസൺ ആയിരുന്നു. അതായത് നമ്മുടെ ടാഗ് ലൈൻ ബാറ്റിൽ ഓഫ് ഒറിജിനൽ ആയിരുന്നു. അപ്പൊ ആൾക്കാർ പറയും, ഈ യുദ്ധം ചെയ്യാൻ മറന്നുപോയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന കുറെ മനുഷ്യന്മാരുടെ ഒരു സീസൺ, കുറെ ക്വാളിറ്റി ഉള്ള മനുഷ്യന്മാരുടെ ഒരു സീസൺ ആയിരുന്നു. അതായത് ഇവർ ഗെയിം ഒന്നും കളിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു. അപ്പം പുതിയ സീസണിൽ ആൾക്കാർ പറയണത് അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല, അവർ ഗെയിം മാത്രമാണ്, എന്താണ് അവർ ഇങ്ങനെ എന്നുള്ളതാണ്. ആൾക്കാരുടെ ഒപ്പീനിയൻ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചില ആൾക്കാർക്ക് ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആവും. എനിക്ക് കുറച്ച് സുഹൃത്തുക്കളൊക്കെ എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ലൈഫ് ലോങ് അവരുണ്ടാവും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യണം. നാളെ നമുക്കറിയില്ല. അപ്പം സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോണതാണ് നമ്മൾ. ഇപ്പൊ ഈ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി വരുന്നത് ഒരു മൂവിയാണ്. യുനോ, സെറ്റ് ഓഫ് ഭയങ്കര ഗ്രാഫ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡു യു ഫീൽ ദാറ്റ് ജുനൈസ്? ഇതിനൊന്നും ഞാൻ സ്വപ്നത്തിൽ കണ്ടതല്ല, ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചു. എനിക്ക് സത്യം പറഞ്ഞ സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ബിഗ് ബോസിന് മുമ്പും ഇങ്ങനെ കുറച്ച് ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, കുറച്ച് ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും സെലക്ട് ആയിട്ടൊന്നുമില്ല. പക്ഷെ ബിഗ് ബോസിൽ ഞാൻ ഒരു സ്ഥലത്ത് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. സിനിമയിൽ അഭിനയിക്കണം എന്ന് ആർക്കും അവിടെ അറിയത്തുമില്ല. അപ്പൊ എങ്ങനെയാണ് സിനിമ സംഭവിച്ചത്? ഞാൻ ആദ്യം കോണ്ടന്റുകൾ ചെയ്തു തുടങ്ങി, അങ്ങനെ ബിഗ് ബോസിൽ വന്നു. ബിഗ് ബോസിൽ കണ്ടിട്ട് ബിഗ് ബോസിലൂടെ സിനിമയിലോട്ട് വന്നു. അതായത് ജോയിച്ചേട്ടൻ ബിഗ് ബോസ് കാണുമായിരുന്നു, സ്ഥിരമായിട്ട് ജോയിച്ചേട്ടൻ ബിഗ് ബോസ് കാണും. അങ്ങനെ ജോയിച്ചേട്ടൻ അങ്ങനെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൽ പുള്ളിയുടെ കഥയിൽ ഭയങ്കരമായിട്ട് ഇത് തോന്നുന്ന രണ്ടാൾക്കാരായിട്ട് പുള്ളിക്ക് എന്നെ സാഗറിനെയും തോന്നി. അങ്ങനെ പുള്ളി ഞങ്ങളെ ഓഡിഷൻ ചെയ്തെടുത്തു. പക്ഷെ ഓഡിഷന് ശേഷം പുള്ളി ഞങ്ങൾക്ക് ഒരു 3-4 മാസം ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ. ഞങ്ങൾ ജോയിച്ചേട്ടനോട് തന്നെയാണ് വന്നത്. എന്തായിരുന്നു ഫീലിംഗ്? ഞാൻ നേരെ ഫിനാലെ കഴിഞ്ഞു, ഞാൻ എയർപോർട്ടിൽ വന്നു, ജോയിച്ചേട്ടൻ വണ്ടി അയച്ചു, ഞാൻ നേരെ പോണ ജോയിച്ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. അപ്പം ജോയിച്ചേട്ടൻ നല്ല അവിടെ ഭയങ്കര ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പം പുള്ളി ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഇത് ജോയിച്ചേട്ടനാണ് എന്നോട് സംസാരിക്കുന്നത്. കാരണം പുള്ളി ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്, പുള്ളി ഡയറക്റ്റ് ചെയ്യണ ഒരു പടത്തിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പോണത് ഞാനാണ്. അപ്പം എനിക്ക് ആദ്യം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, പിന്നെ ടെൻഷനായിരുന്നു, പിന്നെ കുഴപ്പമൊന്നുമില്ല. ജോയിച്ചേട്ടൻ ഇപ്പോഴും ഇങ്ങനെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഓരോ ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തരും. അതായത് ഈ ക്യാരക്ടർ ഇങ്ങനെയാണ്, അങ്ങനെയാണ്. അപ്പം അങ്ങനെ നമ്മൾ രണ്ടുപേരും ഞാനും സാഗറും കൂടെ കുറച്ചുകൂടെ ഒന്ന് ഈ ഒരു ക്യാരക്ടറിലേക്ക് വരാൻ വേണ്ടിയിട്ട് പുള്ളി ഞങ്ങൾക്കൊരു തൃശ്ശൂരിലൊരു വീട്, ഒരു ഉള്ളിലൊരു സ്ഥലത്തൊരു വീടൊക്കെ എടുത്ത് ഞങ്ങൾ 3-4 മാസം വർക്ക്ഷോപ്പിൽ ഞങ്ങൾക്കൊരു ട്രെയിനറെ വെച്ച് തന്നു.
അങ്ങനെ വർക്ക്ഷോപ്പൊക്കെ നടത്തി അങ്ങനെയായിരുന്നു. 1 year ആയിട്ട് പണി എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെയായിരുന്നു ആഫ്റ്റർ ബിഗ് ബോസ്. അപ്പൊ നേരത്തെ അറിയായിരുന്നു, ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പേ അറിയായിരുന്നു ഇങ്ങനെ ഒരു സിനിമ വരാൻ പോകുന്നുണ്ടെന്ന്? ഇല്ല, ഇല്ല, ബിഗ് അറിയില്ല. ബോസിന് ഇറങ്ങിയ ഉടനെയാണ് ഇത് അതെ, സംഭവിക്കുന്നത്. ബിഗ് ബോസിന്ന് എനിക്ക് അറിയായിരുന്നു. അതായത് നമ്മുടെ സാഗർ അതിന് മുമ്പ് എവിക്റ്റായി പോയി. അപ്പൊ തിരിച്ച് സാഗർ റീ എൻട്രി വന്നായിരുന്നു ആ ഫിനാലയ്ക്ക് മുമ്പ്. അപ്പൊ ഇങ്ങനെ ആ പറഞ്ഞു ഒരു പടം വരുന്നുണ്ടെന്ന് ഓ ഓൾറെഡി അറിയായിരുന്നു തൊട്ട് മുമ്പ്. അപ്പം മനസ്സിൽ ലഡു പൊട്ടി. മനസ്സിൽ ലഡ്ഡു പൊട്ടി. അകത്ത് തന്നെ, ബിഗ് ബോസിനകത്ത് തന്നെ. ആ ബിഗ് ബോസിന്റെ അകത്തുനിന്ന് ലഡ്ഡു പൊട്ടി. ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിലായ പിന്നെ ഇത്രയും ഇൻസെക്യൂർ ആയിട്ടുള്ള അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സ്പേസ് ഇല്ല. ഒരു ദിവസം നമ്മുടെ വീഡിയോ അങ്ങ് കേറുമ്പോ ഒരു ദിവസം എങ്ങും എത്തൂല. അതെ, ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. നമ്മള് ജുനൈസ് കുറേ നാള് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്തല്ലേ, ഞാനിപ്പോ ടിക്ടോക്ക് മുതൽ. ഞാനിപ്പോ കുറെ വർഷമായി. ഇപ്പൊ 2017 തൊട്ടേ ഉണ്ട്. അപ്പം ചില വീഡിയോസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഇടുന്നതായിരിക്കും, അത് മില്യൺസ് ഒക്കെ അടിച്ചു പോകും, 10 million ഒക്കെ. നമ്മൾ കുറെ എക്സ്പെക്ട് ചെയ്തിട്ട് ചില കോണ്ടന്റുകളൊക്കെ ഇടുമ്പോൾ ആൾക്കാരത് അത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല സോഷ്യൽ മീഡിയ, അതിൻ്റെ അൽഗോരിതം ചിലപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്. പക്ഷെ ഞാൻ കുഴപ്പമില്ല, അന്ന് തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പം തന്നെ ആ ഒരു ട്രാക്കിൽ ഇപ്പോഴും പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ആദ്യത്തെ വീഡിയോ ഉണ്ടാക്കിയിട്ടത് ടിക്ടോക്കിലാന്ന് പറഞ്ഞില്ലേ, ആദ്യത്തെ ഹിറ്റ് ഏതായിരുന്നു? നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ സഞ്ചാരം ഉണ്ടല്ലോ, സന്തോഷ് ജോർജ് കുളങ്ങര സാറൻ, പുള്ളി അപ്പൊ ലോക്ക്ഡൌണില് വീട്ടിലിരിക്കുകയാണല്ലോ, പുള്ളി എവിടെയും പോകണ്ട. അപ്പൊ പുള്ളി അങ്ങനെ വീട്ടിലൊരു ടൂർ ചെയ്യണ പോലെ അപ്പൊ അങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്തു ടിക്ടോക്കില്. അപ്പൊ അത് ഭയങ്കര വൈറലായി. അപ്പൊ ഞാനൊരു 5 പാർട്ടോളം ചെയ്തു. അത് ഭയങ്കരമായിട്ട് വൈറലായി. കുറെ ന്യൂസ് ചാനലിലേക്ക് വന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ന്യൂസ് ചാനലിലൊക്കെ വരണത്. സന്തോഷ് സാറിനെ കണ്ടോ അത് കഴിഞ്ഞിട്ട്? ഇല്ല, കണ്ടിട്ടില്ല. ഇപ്പൊ അത് ക്രിഞ്ചൊക്കെയാ, അന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ എങ്ങനെയാണല്ലോ. അപ്പൊ ഈ ഉമ്മ എങ്ങനെയാണ് ഈ സീനിലെത്തിയത്? അതായത് ഉമ്മ വരാൻ കാരണം, അപ്പൊ ഇങ്ങനെ ടിക്ടോക്ക് ഇങ്ങനെ വൈറലായി. ടിക്ടോക്കിൽ കുഴപ്പമില്ലാത്ത എനിക്ക് തോന്നുന്നു ഒരു 400K ഫോളോവേഴ്സ് ഒക്കെ പെട്ടെന്ന് വന്നു. അടുത്ത എനിക്ക് പിറ്റേത്തെ മാസം എന്തോ ടിക്ടോക്ക് ബാൻ ചെയ്തു. അടിപൊളി. അപ്പൊ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു പ്രൈവറ്റ് ഫേമിൽ ഒരു ഫിനാൻസ് കമ്പനിയിലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ആൾക്കാരൊക്കെ മാറി തുടങ്ങി. അപ്പോൾ ഫേസ്ബുക്കിലായിരുന്നു ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ട് ഫേസ്ബുക്കിൽ പെട്ടെന്ന് റീച്ചായി. പക്ഷെ എനിക്ക് മോണിറ്റൈസേഷൻ ചെയ്ത് കിട്ടണില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ ടിക്ടോക്കിൽ ഇട്ട വീഡിയോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കുറെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് കുറെ പേജസ് അവരുടെ പേജിൽ ഇടുമായിരുന്നു. അപ്പം റീ ഒറിജിനൽ കണ്ടംപൈലേഷൻ വന്ന് ഞാൻ കഷ്ടപ്പെട്ട് അങ്ങനെ 100K ഫോളോവേഴ്സ് ഒക്കെ ആക്കി ഫേസ്ബുക്കിൽ ആ പേജ് ഡിലീറ്റ് ചെയ്തു, യൂട്യൂബിൽ ഇട്ട് തുടങ്ങി. അങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ ആശിഷ് ചന്ദ്രലാണി എന്ന് പറഞ്ഞൊരു ക്രിയേറ്റർ ഉണ്ട് ഹിന്ദിയിൽ. അപ്പൊ പുള്ളിക്കാരൻ്റെ ഒരു അമ്മ ക്യാരക്ടർ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇങ്ങനെ വന്നാൽ എങ്ങനെയായിരിക്കും. പിന്നെ എൻ്റെ തന്നെ ഫാമിലിയിൽ ഒരു ആൻറ്റി ഉണ്ട്. അപ്പൊ അവരുടെ റെഫറൻസിൽ അവരുടെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ എടുത്ത് പിന്നെ അങ്ങ് ചെയ്തു തുടങ്ങി. പിന്നെ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആ സമയത്ത് അങ്ങനെ ആ ഒരു മൂഡിൽ ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഭയങ്കര കുറവായിരുന്നു. ഇപ്പൊ ഒരുപാടുണ്ട്, അന്ന് ആരും ഉണ്ടായിരുന്നില്ല. ശരിക്കും ആ ഉമ്മ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഏത് ഉമ്മയ്ക്കാണെങ്കിലും ഏത് അമ്മയ്ക്കാണെങ്കിലും ഞാൻ ഉൾപ്പെടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ്. എന്റെ മക്കളോട് പറയുന്നതാണ്, ഞാൻ ഈയിടയ്ക്ക് കണ്ട റീല അതെടുക്ക ഏതെടുക്ക അല്ല അതെടുക്ക, അതൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഭയങ്കര നോർമൽ ലൈഫിലെ സിറ്റുവേഷൻസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ഐ തിങ്ക് യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് ഓഫ് ഇറ്റ്. ഈ ഉമ്മ എന്ന് പറയുന്നത് ഈസ് യുവർ റിയൽ ലൈഫ് ഉമ്മ, അതായത് ആന്റി അല്ലേ? കുറെ പേരൊക്കെ ഇങ്ങനെ കമന്റ് ചെയ്യും. ശരിക്കും എനിക്ക് ഉമ്മയില്ല, അപ്പം എൻ്റെ ചെറുപ്പത്തിലെ മരിച്ചു. അപ്പൊ കുറെ പേര് പറയും ഇവൻ എങ്ങനെയാണ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുന്നത്, കാരണം ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. ഒരു മദർ ഉണ്ട് എങ്ങനെ. അപ്പൊ ഞാൻ എൻ്റെ അമ്മാവന്റെ വീട്ടിലായിരുന്നു. അമ്മാവന്റെ ഭാര്യ അവരായിരുന്നു, ഞാൻ അവിടെയായിരുന്നു വളർന്നുകൊണ്ടിരുന്നത് എൻ്റെ ഹൈസ്കൂൾ വരെയൊക്കെ. അപ്പൊ അവിടെ നിന്നൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്യും. പിന്നെ നമ്മുടെ ചുറ്റിലും ഇങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കി ഇഷ്ടംപോലെ കോണ്ടന്റുകൾ കിട്ടും. അപ്പൊ അതങ്ങനെ ചെയ്ത ആളുകളിലേക്ക് എത്തിക്കും. ഇപ്പൊ റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ കുറച്ചും കൂടി ആളുകൾക്ക് അത് ഈസി ആയിട്ട് ആ വീഡിയോ ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിൽ നടക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി റിലേറ്റബിൾ ആകുമ്പോൾ കുറച്ചും കൂടി റീച്ച് പെട്ടെന്ന് വരുമെന്ന് ഞാൻ. ശരിക്കും ജുനൈസിന്റെ ഞാൻ ജോഷ് ടോക്ക് കാണുമ്പോഴാണ് ശരിക്കും ഷോക്ക് അടിച്ചു പോയത്. അതിൽ ഒരു ലൈനേ പറഞ്ഞിട്ടുള്ളൂ, എന്നാലും ജുനൈസിന്റെ ലൈഫിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇറ്റ്സ് എക്സ്ട്രീംലി ട്രാജിക്. 1 വയസ്സാകുമ്പോഴേ ഉമ്മ മരിക്കുക, ആൻഡ് ദാറ്റ് വിത്ത് ദ ഹാൻഡ്സ് ഓഫ് യുവർ ഡാഡ്. അച്ഛൻ കാരണമാണ് ഉമ്മയുടെ മരണം ഉണ്ടാവുക, അച്ഛൻ ജയിലിൽ പോവുക. പിന്നെ ഈ ഒരു ഇപ്പം ജുനൈസ് പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു 5 മെമ്പർ ഫാമിലി, 5 കുട്ടികളുള്ള ഫാമിലി സ്പ്ലിറ്റ് ആവുകയാണ്. ടെൽ മീ വാട്ട് ഹാവ് യു ഹേർഡ് അബൌട്ട് ദാറ്റ് ഫേസ്? അന്ന് ജുനൈസ് തീരെ ചെറുതാണ്, 1 year old. ഞാൻ വളരെ ചെറുതാണ്, അപ്പൊ എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഞങ്ങൾ 5 പേരാണ്. അപ്പൊ ഏറ്റവും ഇളയത് ഞാൻ, രണ്ടാമത്തത് എന്നേക്കാൾ
ഏജ് 2 വയസ്സിന് വ്യത്യാസമുള്ള ബ്രദർ, പിന്നെ 2 സിസ്റ്ററുണ്ട്. ഒരു സിസ്റ്റർ ഓൾറെഡി മാരേജ് കഴിഞ്ഞായിരുന്നു. പിന്നെ വേറൊരു ബ്രദർ അന്ന് ഒരു 10, 12, 13 വയസ്സുള്ള വേറൊരു ബ്രദർ. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുമിച്ച് ജീവിച്ച് വളരേണ്ട നമ്മൾ ബ്രദറും എല്ലാവരും വേറെ വേറെ സ്ഥലത്തായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഒരു ബ്രദറും എൻ്റെ അമ്മാവൻ്റെ കൂടെയായിരുന്നു. മൂത്ത ബ്രദർ ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ കൂടെയായിരുന്നു. രണ്ടാമത്തെ പെങ്ങൾ ഉപ്പയുടെ വേറൊരു ജ്യേഷ്ഠൻ്റെ കൂടെയായിരുന്നു. വേറൊരു ജ്യേഷ്ഠൻ കൂടെ. അതായത് അവർ ഒരേ നാടാണ്, പക്ഷെ വേറെ വേറെ, പക്ഷെ ഒരുമിച്ചായിരുന്നു. പിന്നെ മൂത്ത പെങ്ങള് ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നത് നമ്മൾ ഒരു ആകാശദൂത് സെറ്റപ്പ് ഒക്കെ പോലെയായിരുന്നു. ഒരുമിച്ച് വളരേണ്ട 5 സഹോദരങ്ങൾ വേറെ 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 ആണ്. പിന്നെ നമുക്ക് ലൈഫിലല്ലേ, നമുക്കൊന്നും പറയാനൊന്നും പറ്റൂല. പക്ഷെ എന്നെ സംബന്ധിച്ച് പാരൻസ് ഇല്ലാത്ത ആ ഒരു വിഷമങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ മാനസികമായിട്ട്, പക്ഷെ ഈ ഒരു ഏജിൽ ഞാൻ അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു 25, 26 ആ ഒരു 20 ഇപ്പം എൻ്റെ ഒരു നമുക്ക് കുറേ സിറ്റുവേഷൻസ് വരും. ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പാരൻസിനെ മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ ഒരു അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചില മൊമെന്റിൽ നമ്മൾ ശരിക്കും ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മളൊന്ന് വിളിക്കാൻ ഈ ഒരു ഏജിൽ നമുക്കത് ആരും ഇല്ലാത്തൊരു സമയം ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ നമുക്കൊരു പനി വന്ന് കിടന്നതായിരിക്കാം. അപ്പോൾ പനി വന്ന് കിടക്കുമ്പോൾ അങ്ങനെ അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ആരും ഉണ്ടാവില്ല. നമ്മളൊരു കല്യാണം കൂടി കഴിക്കാത്തതുകൊണ്ട് തന്നെ ആരും ഇല്ലല്ലോ. അപ്പം അങ്ങനെ നമ്മളെ ആ ഒരു സമയത്തൊക്കെ ഞാൻ ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കും, പാരൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് അടിപൊളിയായിരുന്നു അങ്ങനെയൊക്കെ. അതിനപ്പുറത്ത് എൻ്റെ ചൈൽഡിലോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കണ സമയത്തായാലോ അല്ലെങ്കിൽ ആ സമയത്തൊന്നും ഞാൻ അങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് പാരൻസ് ഇല്ലാത്തതിൻ്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ചില കുട്ടികളെ പാരൻസ് മീറ്റിങ്ങിന് അവരുടെ പാരൻസ് വരുന്നു, എൻ്റെ പാരൻസ് വരുന്നില്ല, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സ്വാഭാവികമായിട്ടും സിമ്പതി നാട്ടുകാർക്കൊക്കെ അറിയാം, കുട്ടികൾക്ക് അറിയാം, ടീച്ചേഴ്സിന് അറിയാം. അപ്പോൾ ക്ലാസ്സിലെല്ലാവർക്കും എല്ലാവർക്കും അറിയാം ഒരു ഉപ്പയും ഉമ്മയും ഇല്ലാത്തൊരു കുട്ടി അല്ലെങ്കിൽ ഒരു ഉമ്മ, ആ ഒരു കൺസിഡറേഷൻ എപ്പോഴും കിട്ടിയിരുന്നു. അത് ഭയങ്കര സിമ്പതി ആയിരുന്നു. എനിക്കത് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതായത് എല്ലാവരുടെ അടുത്തും വരുമ്പോൾ നമുക്കത് ഭയങ്കര ഹേർട്ടാവും. അതായത് അയ്യോ ഉമ്മ മരിച്ചു അല്ലെങ്കിൽ ഇവൻ്റെ ഉപ്പ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പം നമ്മുടെ മുമ്പിൽ നിന്നൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് പറയും. നമ്മളിപ്പോൾ അവിടെ നിൽക്കുമ്പോഴും പെട്ടെന്ന് ഇതേതാ 2 കുട്ടികളെന്ന് പറയുമ്പം ഇവരാ കുട്ടികളാണ്. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര ട്രോമയായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര ഭീകര ട്രോമയായിരുന്നു. പിന്നെ അങ്ങനെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിച്ച് അങ്ങനെ മാനസികമായിട്ട് അല്ലാണ്ട് അങ്ങനെയുള്ള മറ്റു നമുക്കൊരു അച്ഛനോ അമ്മയോ ഇല്ലാത്ത കുട്ടി വളർന്നു വരുമ്പോൾ അനുഭവിക്കേണ്ട കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതിപ്പം സാമ്പത്തികമായിട്ടായാലും മാനസികമായിട്ടാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അല്ലെ. ഒരു വയസ്സ് തൊട്ട് വേറൊരു വീട്ടിലൊരു കുട്ടി വളരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വേറെ 2 കുട്ടികളുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് കിട്ടേണ്ടതും ആ കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഈ കുട്ടിക്ക് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ഒരു പ്രായത്തിൽ ഈ ഒരു ഏജിൽ ഞാൻ ഭയങ്കരമായിട്ട് ഉമ്മയെ മിസ് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ശരിക്കും കുട്ടികളെ വളർത്തുമ്പോഴാണ് ശരിക്കും അച്ഛനും അമ്മയാവുന്നത്. അതെ. അതൊരു പ്രസവിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ അവർക്കൊരു ലൈഫ് കൊടുക്കുന്നതല്ല, പക്ഷെ അവരെ വളർത്തി കൊണ്ടുവരുമ്പോഴാണ് ശരിക്കും. പിന്നെ അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ജുനൈസിനെ വളർത്തിയ അമ്മാവനും അമ്മായിയും ശരിക്കും പറഞ്ഞാൽ ജുനൈസിന്റെ ഉപ്പയും ഉമ്മയല്ലേ. ഞാൻ അവര് ഉമ്മാന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. എനിക്കൊരു 8ാം ക്ലാസ് വരെയൊക്കെ ഞാൻ ഉമ്മാന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ എന്റെ രണ്ടാമത്തെ ബ്രദർ അവരെ അമ്മായി എന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനെ ആലോചിക്കും, ഇവൻ എന്റെ ഏട്ടനാണല്ലോ, അപ്പൊ ഇവന് അമ്മായി എന്ന് വിളിക്കുന്നത് ഞാൻ എന്തിനു ഉമ്മാന്ന് വിളിക്കണം. അങ്ങനെയൊക്കെയാണ്. പിന്നെ ആരും അങ്ങനെ പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. പക്ഷെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു മെച്യൂരിറ്റി വളരുന്നതിനനുസരിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇപ്പോഴും ഞാൻ ഉമ്മാന്ന് തന്നെ വിളിക്കണേ. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു 10th ക്ലാസ് ഒക്കെ ആകുമ്പോൾ ഞാനൊരു 11th പഠിക്കുമ്പോഴേക്കും എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, പുള്ളി ഫിനാൻഷ്യലി കുഴപ്പമൊന്നുമില്ല, സ്റ്റേബിളായി. പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. പുള്ളിയുടെ സ്കൂളിംഗ് ആയാലും പുള്ളി പഠിക്കുന്ന സമയത്തായാലും അതിനൊക്കെ വേണ്ടി പുള്ളി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മളിങ്ങനെ എല്ലാ വർഷവും പെരുന്നാളിനാണ് പുള്ളി വരിക. അപ്പൊ കുറേ ഡ്രസ്സും ചോക്ലേറ്റ്സ് ഒക്കെ ആയിട്ട്. മൂത്ത ജ്യേഷ്ഠൻ. രണ്ടാമത്തെ ജ്യേഷ്ഠൻ പിന്നെ ചേച്ചി അല്ലേ. രണ്ടാമത്തെ ജ്യേഷ്ഠൻ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എന്നേക്കാൾ 1.5 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ, 2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ പെരുന്നാളിന് ഇങ്ങനെ ഒരു കയ്യിൽ കുറേ ഡ്രസ്സ്, സ്വീറ്റ്സ്, അങ്ങനെ പിന്നെ കുറേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വർഷത്തിലൊരിക്കലാണ് വരിക. അതെനിക്ക് ഭയങ്കര മെമ്മറിയാണ്. പിന്നെ ആ സമയത്ത് തന്നെ ആയിരിക്കും രണ്ടാമത്തെ പെങ്ങൾ വരിക. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും, ഇനി ഈ വെക്കേഷൻ കഴിഞ്ഞ് അടുത്ത വെക്കേഷൻ വരണം പുള്ളിക്കാരി അവരൊക്കെ വരാൻ വേണ്ടി. ഉപ്പയോ, അതായത് ഉപ്പയെ കുറിച്ച് അമ്മാവൻ അല്ലല്ല, ഞങ്ങൾ ആറ്റാന്നാണ് വിളിക്കുക. ഞങ്ങളുടെ നാട്ടില് അങ്കിളിനെ ആറ്റാന്നാണ് വിളിക്കുക. പുള്ളി ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങനെ വേറെ
ഇതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഇപ്പം അടിപൊളിയായിട്ട് പോകുന്നു. എപ്പോഴെങ്കിലും ഉപ്പയെ കാണണം എന്നോ സംസാരിക്കണം എന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കണം, ഒരു ഇല്ല ശ്രമം നടത്തണം എന്ന് തോന്നിയിട്ടില്ല ഇല്ല ഇല്ല, ജീവിതത്തിൽ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഉപ്പേനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടൊന്നുമില്ല, ഇപ്പം മിസ് ചെയ്യണമൊന്നുമില്ല. ഉപ്പ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ്. ആളിങ്ങനെയൊക്കെ ചെയ്തു, ആളിങ്ങനെ പിന്നെ ജയിലിലേക്ക് പോയി, പിന്നെ റിമാൻഡിൽ വന്ന് പുള്ളി എവിടെയാണെന്ന് അറിയില്ല, ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്നൊന്നും അറിയില്ല. ആളെ സംബന്ധിച്ച് അങ്ങനെ ക്യൂരിയോസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മയെക്കുറിച്ചോ? ഉമ്മയെക്കുറിച്ച് സ്വാഭാവികമായിട്ട് നമുക്കറിയാം. ഞാൻ ഉമ്മയുടെ ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ല. അമ്മമാരെ കാണാത്ത കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സങ്കല്പത്തിൽ ഒരു ഉമ്മയുടെ ഒരു മുഖം ഉണ്ടാവും. ആ അപ്പം ഞാനിങ്ങനെ അല്ലെങ്കിൽ ആലോചിക്കും, ഉമ്മ എങ്ങനെയായിരിക്കും, എന്നെപ്പോലെ ആയിരിക്കുമോ, അല്ല എങ്ങനെയായിരിക്കും, എൻ്റെ അതുപോലെയൊക്കെ ആയിരിക്കും. ബേസിക്കലി ഞാൻ ഭയങ്കര തമാശ പറയുന്ന ആളൊന്നുമല്ല, ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ശരിക്കും അങ്ങനെ അധികം ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടില്ല, യൂട്യൂബിൽ അങ്ങനെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ശരിക്കുള്ള എന്നെ ആർക്കും അധികം ഒന്നും അറിയില്ല, ഞാൻ ഇങ്ങനെയാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ആൾക്കാർ ഭയങ്കര പ്രശ്നമായത് ഞാൻ തമാശ പറയാത്ത. ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് അല്ലേ? പിന്നെ അപ്പൊ എന്ത് ബിഗ് വേണമെങ്കിലും ബോസ് ട്രൈ ചെയ്യാലോ. ഉറപ്പായിട്ട് ട്രൈ ചെയ്യാം. ബിഗ് ബോസിൽ പോയാൽ നമുക്ക് ജീവിതത്തിൽ ജീവിതത്തിൽ എന്ത് എന്ത് ഫേസ് വേണേ ചെയ്യാനുള്ള ധൈര്യം ധൈര്യം കിട്ടും. കിട്ടും. അത് എനിക്ക് തോന്നുന്നു ലൈഫിൽ എനിക്ക് ബിഗ് ബോസ് കൊണ്ട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇത് പറയുന്നത്, നമുക്ക് ഇനി എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല.